കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻസ് 323, 324, 452, 34 IPC 1860 ഈ 4 സെക്ഷൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലെ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു താമസിക്കുകയാണ്. ചെറിയ കുട്ടി എന്ന് പറയുന്നത്, മൈനർ കുട്ടി എന്ന് പറയുന്നത് ഭാര്യയുടെ കൂടെയുമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കുട്ടീനെ കാണാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? കുട്ടീനെ കാണുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കുടുംബ കോടതിയിൽ ഒരു ഗാർഡിയൻ OP ഫയൽ ചെയ്ത് അതിലൊരു IA പെറ്റീഷൻ ഇട്ട് കോടതിയിൽ നിന്നും ഉത്തരവ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടീനെ കാണാം. അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നിയമപരമായി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടിയിട്ട് ഭാര്യയുടെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് കുട്ടീനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ കുട്ടീനെ കാണിച്ചു കൊടുത്തില്ല. അവിടെ വെച്ച് സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു വാക്തർക്കം ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ വാക്തർക്കം ഉണ്ടാകുന്നു, ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകുന്നു, കുട്ടീനെ കാണുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. തിരിച്ച് വീട്ടിലെത്തി ഒരു 1 hour കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ വെളി വന്നത് ഇങ്ങനെയാണ്: ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ, അതായത് ഭാര്യയെയും ഭാര്യയുടെ അച്ഛനെയും അമ്മേനും മറ്റുള്ളവരെയും കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്. കുരുമുളക് സ്പ്രേ. ഓക്കെ. അപ്പോൾ അതിൽ ആ FIR ചെക്ക് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻസും കൂടി നമുക്കൊന്ന് നോക്കാം. 323 IPC, പിന്നെ 324, 452, 34 ഈ 4 സെക്ഷൻസ് പ്രകാരം വെച്ചുകൊണ്ടാണ് FIR അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് സ്പ്രേ ഇവർ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷേ സ്പ്രേ ആരെ കയ്യിലുണ്ടായിരുന്നു? ഒരു പെണ്ണിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് ആക്രമണം നടത്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ അവരുടെ മുഖത്തോ മറ്റൊരു ഭാഗങ്ങളിലോ ഒരു സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ വന്നുപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടീനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ കോടതി മുഖാന്തരം പോവുക. ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതിൻ്റെ ബെസ്റ്റ് കേസാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഇത് തൃശ്ശൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.